ഹായ് ഡിയേഴ്സ്, ഇന്ന് നമ്മുടെ ഹെയർ ഗ്രോത്ത് ചലഞ്ചിൻ്റെ ഡേ 14 ആണ്. ഇന്ന് നമ്മൾ എഗ് വൈറ്റ് അല്ലെങ്കിൽ മുട്ടവെള്ളയാണ് അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. മാക്സിമം ആളുകൾക്ക് അറിയാവുന്നൊരു കാര്യമാണ് മുട്ടവെള്ളം നമ്മുടെ ഹെയറിൽ അപ്ലൈ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ്സ് ഒക്കെ അല്ലേ. ഹെയർ കൂടുതലും സോഫ്റ്റ് ആകും, പിന്നെ നമുക്കൊരു ഇൻസ്റ്റൻറ്റ് റിസൾട്ട് കിട്ടും. അപ്പോൾ നെക്സ്റ്റ് ഡേയിൽ നമുക്ക് എന്തെങ്കിലും ഫംഗ്ഷൻ പാർട്ടിയൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഈ മുട്ടവെള്ളം തേച്ചതിന് ശേഷം നന്നായിട്ട് ഷാമ്പൂ കണ്ടീഷണറൊക്കെ ഇട്ട് വാഷ് ചെയ്തതിന് ശേഷം പോകുവാണെങ്കിൽ നമുക്ക് ഹെയറിൻ്റെ ടെക്സ്ചറേ മാറിയതായിട്ട് ഫീൽ ചെയ്യും. അതായത് മുടിയിൽ പ്രത്യേകിച്ചൊന്നും ചെയ്യാതെ തന്നെ നമ്മുടെ മുടിയിൽ എന്തോ അപ്ലൈ ചെയ്തതായിട്ടോ ഇല്ലെങ്കിൽ എന്തെങ്കിലും ട്രീറ്റ്മെൻറ്റ് ചെയ്തതായിട്ടോ ഒക്കെ ഫീൽ ചെയ്യും. ആദ്യം തന്നെ മുട്ടയുടെ മഞ്ഞ മാറ്റുക. അതിനുശേഷം നമ്മൾ ഏതാണ് ഓയിൽ യൂസ് ചെയ്യുന്നത് അതൊരു കുറച്ച് ആഡ് ചെയ്യുക. ഞാൻ കാച്ചിയ എണ്ണയാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ കാച്ചിയ എണ്ണയിൽ നിന്ന് ഒരു 2 ടീസ്പൂണാണ് ഇതിലേക്ക് ആഡ് ചെയ്തത്. അതിനുശേഷം നന്നായിട്ട് അത് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ ഹെയറിൽ എല്ലായിടത്തും അപ്ലൈ ആവുന്ന രീതിയിൽ ഇതുപോലെ വകച്ചിലെടുത്തിട്ട് എല്ലായിടത്തും തേക്കുക. ഇത് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് വേണമെങ്കിൽ ഹെയറിൽ ഒരു ഹെഡ് മസാജ് കൊടുക്കാവുന്നതാണ് നമ്മൾ ഉപയോഗിക്കുന്ന എണ്ണ ഉപയോഗിച്ചിട്ട്. അപ്പോൾ കുറച്ച് ഓയിലി ഹെയർ ഉള്ളവർക്ക് നമുക്ക് ഈ മുട്ടവെള്ളം മാത്രമായിട്ട് അപ്ലൈ ചെയ്യാവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടി ഡ്രൈ ആയ ഹെയർ ആണ്, ഫ്രിസി ആണ്, പൊട്ടിപ്പോകുന്ന ഹെയർ ആണ്, അങ്ങനെയൊക്കെ ആണെങ്കിൽ നമുക്ക് ഈ ഓയിലും കൂടി അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം അത് പിന്നീട് നമ്മുടെ ഹെയർ ഓവർ ഡ്രൈ ആവുന്നതിൽ നിന്ന് പ്രിവെൻറ്റ് ചെയ്യും. മുടിയുടെ എല്ലാ ഭാഗത്തും ഹെയർ പാക്ക് അപ്ലൈ ആവുന്ന രീതിയിൽ ഞാനിങ്ങനെ തേച്ച് കൊടുത്തു. കൂടുതൽ ലോങ് ഹെയർ അല്ലെങ്കിൽ തിക്നെസ് കൂടിയ ഹെയർ ഒക്കെ ആണെങ്കിൽ 2 മുട്ടയുടെ എഗ് വൈറ്റ് എടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. എനിക്കിപ്പം തിക്നെസ് നന്നേ കുറവാണ്, അതുകൊണ്ട് ഞാൻ 1 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. ഇത് അപ്ലൈ ചെയ്ത് ഹെയർ വാഷ് ചെയ്ത് ഡ്രൈ ആയതിനു ശേഷം എനിക്ക് ഉടനെ തന്നെ ഇതിൻ്റെ റിസൾട്ട് കാണാനായിട്ട് പറ്റി. കുറച്ചുകൂടി വോളിയമൈസ്ഡായി, തിക്നെസ് കൂടിയതായിട്ട് ഫീൽ ചെയ്തു. ഇത് അപ്ലൈ ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഉപയോഗത്തെ പറ്റിയൊക്കെ ഗൂഗിളിലും ചാറ്റ്ജിപിറ്റിയിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും കേട്ടോ. അപ്പം പച്ചമുട്ടയുടെ ഒരു ബാഡ് സ്മെല്ല് എന്തായാലും ഇതിനുണ്ടാവും. സോ നമ്മൾ ഡെയിലി യൂസ് ചെയ്യുന്നൊരു ഷാമ്പു ഉപയോഗിച്ച് നന്നായിട്ട് ഹെയർ വാഷ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് കുറച്ചധികം വെള്ളം ഉപയോഗിച്ച് ഹെയർ നന്നായിട്ട് വാഷ് ഔട്ട് ചെയ്യുക. അപ്പം ഞാൻ ഡെയിലി യൂസ് ചെയ്യുന്നതാണ്. എനിക്ക് ഡാൻഡ്രഫിൻ്റെ പ്രോബ്ലം ഉള്ളതാണ്. ഞാൻ ഡാൻഡ്രഫിന് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഷാമ്പു ആണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അതാണ് ഞാൻ ആഡ് ചെയ്തത്. അപ്പോൾ ഞാനിത് നന്നായിട്ട് കഴുകി കളയുന്നുണ്ട്. ഞാനിത് അപ്ലൈ ചെയ്തതിന് ശേഷം ഒരു 1/2 hour വെയിറ്റ് ചെയ്തു ഹെയറിലേക്ക് ഇത് അബ്സോർവ് ആകാൻ വേണ്ടിയിട്ട്. അപ്ലൈ ചെയ്ത് കുറച്ച് കഴിയുമ്പോൾ തന്നെ നമുക്ക് ഫീൽ ചെയ്ത് തുടങ്ങും മുടി കുറച്ചും കൂടി ഹാർഡാകും. അപ്പോൾ ഇത് എങ്ങനെ കഴുകിയാൽ പോകുമോ, ഇത് കട്ടിയാകുമോ എന്നുള്ള ടെൻഷനൊക്കെ എല്ലാവർക്കും വരും. പക്ഷെ അങ്ങനെയൊന്നുമില്ല. ഹെയർ വാഷിന് ശേഷം മുടി കൂടുതൽ സോഫ്റ്റ് ആയിട്ടാണ് നമുക്ക് ഫീൽ ചെയ്യുക. പിന്നെ മുട്ടയ്ക്കൊക്കെ നല്ല വിലയായതുകൊണ്ട് വീക്ക്ലി വൺസ് ഒക്കെ ഇത് യൂസ് ചെയ്താലും മതി. എനിക്ക് ആഫ്റ്റർനൂൺ ടൈം കിട്ടിയതുകൊണ്ട് ഞാൻ ആഫ്റ്റർനൂൺ അത് അപ്ലൈ ചെയ്തതിന് ശേഷം ഹെയർ വാഷ് ചെയ്ത് ഹെയർ ഡ്രൈ ചെയ്തു. ഇത് ഇന്ന് തന്നെ എനിക്ക് കിട്ടിയ റിസൾട്ടാണ് ഹെയറിന്. മുടി കുറച്ചും കൂടി വോളിയമൈസ്ഡ് ആയതുപോലെ, തിക്നെസ് കൂടി, കുറച്ചും കൂടി സോഫ്റ്റ് ആയ പോലെയൊക്കെ തോന്നുന്നു. അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് മുടി ഭയങ്കര സ്റ്റിക്കി ആയിരുന്നു കേട്ടോ. അതാണ് എനിക്കിതിൻ്റെ മാറ്റം മനസ്സിലായത്. അപ്പോൾ ഇതുപോലെ മുടി ഭയങ്കര സ്റ്റിക്കിയാണ്, ചീവിട്ടും നമുക്കൊരു വോളിയം തോന്നിക്കുന്നില്ല, അങ്ങനെയൊക്കെ ഫീൽ ചെയ്യുന്നവർക്ക് വൺസ് ട്രൈ ചെയ്ത് നോക്കാവുന്ന ഒരു കാര്യമാണിത്. വൺസ് ട്രൈ ചെയ്താൽ നമ്മളിത് വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടേ ഇരിക്കും. കാരണം ഞാനിത് കുറച്ച് ഇയേഴ്സായിട്ട് യൂസ് ചെയ്യാറുള്ളൊരു കാര്യമാണ്. മുടി കുറച്ചും കൂടി വോളിയം തോന്നിക്കണം, നെക്സ്റ്റ് ഡേയിൽ എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ ഉണ്ട്, അപ്പം ഹെയർ ഒട്ടും ഭംഗിയായിട്ട് തോന്നുന്നില്ല, അങ്ങനെയുള്ള ദിവസങ്ങളിലൊക്കെ ഞാനിങ്ങനെ അപ്ലൈ ചെയ്യാറുണ്ട്. ദിസ് ഈസ് ദ ഫൈനൽ റിസൾട്ട്. അപ്പോൾ എനിക്ക് മുടിയിൽ എന്തോ ഒരു ഭാരം ഒഴിഞ്ഞൊരു ഫീല്, കുറച്ചും കൂടി ഒന്ന് സോഫ്റ്റ് ആയ പോലത്തേക്കൊരു ഫീലുണ്ട്. അതുകൊണ്ടാണ്. അപ്പം നെക്സ്റ്റ് ഡേയിൽ വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.